Day of waiting from Skydars to connect to ഇത്. ഇവനെ എടുത്ത് ഞാൻ മെസ്സേജ് അയച്ചു. അപ്പൊ ഇവൻ പറയുന്നത് എനിക്ക് ഇച്ചിരി താല്പര്യം ഇല്ലെന്ന്. ഞാൻ എന്തിനു പറയുന്നത്? ഓ അണ്ണനെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യണം പോലും. നിന്നത് പറയാൻ താല്പര്യം ഇല്ലെന്ന് അവൻ. ഏത് സ്കൈഡാക്സ്? ഓ പറഞ്ഞു എന്നോട്. ഞാൻ പിന്നെ എന്തിനു പറയാൻ പിന്നെ നിന്നോട് താല്പര്യമില്ലെന്ന്. എനിക്കറിയാം. ഞാൻ മെസ്സേജ് ഡിലീറ്റ് ചെയ്തിരുന്നത് അവന്റെ പ്രൊഫൈൽ എനിക്ക് അയക്കേ. ഓക്കെ. ഫ്രം നത്തിങ്. വിമർശിച്ച് കൊല്ലാം, പക്ഷെ നിങ്ങൾക്ക് അയാളെ തോൽപ്പിക്കാൻ കഴിയില്ല. 41 വർഷം മുൻപ് നെതീരയിൽ നിന്ന് വീശി തുടങ്ങിയ കൊടുങ്കാറ്റാണത്. കണ്ണിൽ അണയാത്ത പോരാട്ട വീര്യവും ചുണ്ടിൽ നിഗൂഢമായ പുഞ്ചിരിയുമായി ഓരോ തവണയും അയാൾ ഫുട്ബോൾ മൈതാനത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കാലമെന്നും സ്നേഹവിസ്മയങ്ങളോടെ ഇമയണക്കാതെ കാത്തുനിൽക്കും. കാരണം വിയർപ്പ് തുന്നിയിട്ട കുപ്പായത്തിൽ വിമർശിച്ച് കൊല്ലാം, പക്ഷെ നിങ്ങൾക്ക് സെയിം വീഡിയോ തന്നെ. ഷെയർ ഇടാ. എത്ര രൂപ ഇടണം? ഇല്ല, ഇത് സ്ക്രീൻ ഷെയർ അല്ല, എത്ര രൂപ ഇടണം? 100 വെച്ചിട്ട് ഒരാളെ. മുമ്പേ പറഞ്ഞ കോമഡി ആയിട്ടുള്ള ഒരു സാമ്യമുള്ള ഒരു കോമഡി ഇഷ്ടപ്പെട്ടില്ല നിനക്കിത്? ഇഷ്ടപ്പെട്ടില്ല. അണ്ണാ, ജെംസ് കോളേജ് സെക്കൻഡ് ഇയർ ബാച്ചിന്റെ ജസ്റ്റ് നെയിം റിവീൽ വീഡിയോ ആണ്. ഷൂട്ടിംഗ് ഇല്ല, കുക്കിംഗ്. கொஞ்சம் கருணை, கொஞ்சம் கோபம், கொஞ்சம் பிரச்சனை, அப்புறம் போதுமான அளவு இல்ல, சாரி, அளவுக்கு அதிகமான காதல். இப்படி ஒரு சமையலும் இருக்க முடியாது. சமைக்கணும்னு நினைச்சவங்களும் உயிரோடு இருக்க மாட்டாங்க. இல்ல, ஒருத்த இருந்தான். വിഷയല്ലേ നമ്മൾ എടുക്കാൻ വെച്ചിരിക്കുന്ന ഷോർട്ട് ഫിലിം ഈ ഒരു ആംഗിളിലാണ്. ഒരു 1.5-2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപയ്ക്ക് ഇതൊന്നും ഇങ്ങനെ ഷോർട്ട് ഫിലിം ഒന്നും എടുക്കാൻ പറ്റൂല യോഗി. എടാ, ഇത് ഫുള്ള് VFXനെ കളിയില്ല. Lock up tight now. Night's just getting started. അളിയ, അമ്മമാരുടെ കോളേജിലെ പരിപാടിയുടെ ഇന്റർവ്യൂ വീഡിയോ എന്തോ ആണ് ഇത്. കണ്ട, നെയിം റിവീൽ വീഡിയോ ആണ് ഇത്. ഇത് ആരുടെ ചെയ്തത്? എന്തിലൂടെ വിഷയം കേട്ടോ. കിടിലും പൊട്ടൻഷ്യൽ ഉള്ളവന്മാരാണ് കോളേജിലുള്ളത്. ഈ ടീമിന്റെ ഇതെന്താന്നറിയോ, ഇത് ചെയ്തവന്മാർ മറ്റേ ഇതാണ്, മറ്റേ ഹോട്ടൽ മാനേജ്മെന്റ്. ഇത് വല്ല VFX കോളേജ് വല്ലോ ആയിരിക്കും ജോക്കി, മറ്റേ ആനിമേഷൻ. ഹോട്ടൽ മാനേജ്മെന്റ് സ്റ്റുഡൻസിന്റെ ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ കേട്ടെ. അല്ലാന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയത്തില്ല. അല്ല, നമുക്കറിയത്തില്ലല്ലോ. അല്ല, നമുക്കറിയത്തില്ലല്ലോ. ആർട്സ് കോളേജ് അല്ലേ? ട്രെയിലർ പ്ലേ ചെയ്ത കൊണ്ടുപോ ജോഗി.
ഞാൻ കണ്ടില്ല എന്റെ മോനെ. ഞാനും കണ്ടില്ല ഗൈസ്. ഇവിടെ പ്ലേ ചെയ്ത കൊണ്ടുപോകുന്നു തോന്നുന്നു എന്നെ. എവിടെ അളിയാ? കിക്കിൽ പ്ലേ ചെയ്താ ഇല്ലാണ് ഇതുവരെ എന്നെ കൊണ്ടുപോയില്ല. ഞാൻ ഇന്നലെ പ്ലേ ചെയ്തായിരുന്നു. പ്ലേ ചെയ്തായിരുന്നു. എങ്ങനെയുണ്ട്? പ്ലേ ചെയ്തായിരുന്നു. അളിയാ പിന്നെ കൊള്ളാം, കൊള്ളാം. കൊണ്ടുപോകാതിരിക്കും അളിയാ നോക്കി. പേടിപ്പിക്കല്ലേ, ഇതുവരെ പോയിട്ടില്ല. കൊണ്ടുപോ സോണിയാണ്. എടാ വേണ്ടറ. വേണ്ട. അതന്നെ എടാ, എനിക്ക് എന്റെ സമയം നല്ല ഞാൻ മോശം. കണ്ടെന്നാ. അപ്പൊ നിന്നെ നിന്നെ കൊണ്ടുപോ. പോലല്ലടാ. എടാ നിന്റെ ഇത് മോണിറ്റൈസ് ആയോ? അത് മോണിറ്റൈസ് ആയി. ആയന്റെ അന്ന് തന്നെ കഴ കാണിച്ചല്ലേ? ലൈൻ ഒന്നല്ല, 2 ദിവസം കഴിഞ്ഞിട്ടാണ്. ജോക്കി നിങ്ങളെല്ലാം DP എന്താക്കി ജോക്കി? ഞാൻ ഇത് വാട്സപ്പ് അളിയാ വാട്സപ്പിൽ ഇടാൻ പോകുന്നു ഈ DP. ഏത് വാട്സപ്പിൽ ഇടാൻ പോകുന്നു? ഏത് അളിയാ? വാട്സപ്പിൽ ഇൻസ്റ്റാഗ്രാമില് ഏത് ഈ DP? സുഖമായിരിക്കല്ലേ? ഇതാണ് ഞാൻ പുതിയ ഗ്ലാസ് ഒന്നും മേടിക്കാത്തത്. ഇനിയിപ്പോ ഈ ഗ്ലാസ് ട്രെൻഡ് ആയല്ലോ. ഇതിപ്പോ സൂപ്പറിയാ. എത്ര രൂപ അടിയാണ്? 8,200. ഒള്ളേ. Age don't matter. Does it? പൈസ ആളെയും സാർക്ക് 65-ാമത്തെ വയസ്സ് ഇങ്ങനെ ഇരിക്കും. അങ്ങനല്ല, നമ്മുടെ നാട്ടിലെ ചേട്ടാ ഈ മരം വെട്ടാനും പണിക്കൊക്കെ വരുന്ന ചേട്ടന്മാരുടെ എല്ലാം ബോഡി ഇങ്ങനെയൊക്കെ തന്നെയാ. സത്യം. നമ്മുടെ ഇവിടെ ബംഗാളിൽ നിന്ന് വന്ന് പണിയെടുക്കാൻ വരുന്ന അവരുടെ ഫിസിക് കാണണം. അതിലും കിടിലുമാണ് അവന്മാര്. ആവശ്യമില്ല. അവന്മാരാണെങ്കിൽ മറ്റേ ഈ ജിമ്മിൽ പോണവന്മാരെ പോലെ ക്രിയാറ്റിനും അതും ഇതും ഒന്നും എടുക്കത്തില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പാൻപരാഗ് ചവച്ചാലും അവന്മാരുടെ ബോഡി ഇരിക്കുന്ന കാണണം. എന്റെ അമ്മോ, പുള്ളിയുടെ ഡെൽസ് ഒക്കെ നോക്കടാ. അതാ പറഞ്ഞ എന്റെ അമ്മോ, ട്രൈസ് നോക്കടാ പുള്ളിയുടെ. ഒരു ആപ്പിൾ ഇരിക്കണത് നോക്കിയത് ഇവിടെ. നീ നോക്ക് എവിടെ ഇത് കണ്ടോ? ഇത് കണ്ടോ? ഇപ്പൊ മുഴച്ചു വരും. നോക്കണേ ഇത് നോക്കണേ ഇത് നോക്കണേ ഇത് കണ്ടോ? ഇത് നോക്കണേ ഇത് കണ്ടോ? ഇത് കല്ലല്ല, ഇത് പുള്ളിയുടെ കയ്യാ. കണ്ടോ? ഇതൊക്കെ കാണുമ്പോ നമ്മളുടെ ബോഡി ഇതുപോലെ കൊണ്ടുവരണമെന്ന് ഫീൽ ആവുന്നു. അങ്ങനല്ലേ, നീ ഈ പ്രായത്തിൽ ഇങ്ങനെ ആവുന്ന നോക്കണ്ട. ഇത്രയും വരെ എന്തായാലും പോത്തില്ല നമ്മളാരും. മനസ്സിലായ? പുള്ളി പണിക്കൊക്കെ പോകുന്നോണ്ടാണ് ഇങ്ങനെയൊക്കെ ജീവിച്ചിരിക്കുന്നത്. നമ്മളൊക്കെ അതിന് മുമ്പ് അറ്റാക്ക് വന്ന് തീരും. നേരത്തെ പോകുന്നു. പിന്നെ ഒരു സംശയമില്ല. ഒരു 45 അളിയാ. ഇല്ലല്ല, അതൊക്കെ കഷ്ടിച്ച് കിട്ടിയാലായി. എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് നീ വീട്ടിൽ നല്ല ജങ്ക് ഫുഡൊക്കെ കയറ്റി നൂഡിൽസ് ഒക്കെ തിന്നിരിക്കേ എന്ന് പറഞ്ഞ് വിശ്വസിച്ചിരിക്കേ. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ ഇവിടെ ഇടുന്ന മെസ്സിയുടെ വീഡിയോയും ബാക്കിയുള്ള വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്യുന്നതല്ലേ? ഞാൻ ചെയ്തില്ല, എല്ലാം അവിടെ തന്നെ ഉണ്ട്. നീ അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഇത് മാത്രം പറക്കിയിടുന്നാണെന്ന് എനിക്ക് സംശയമുണ്ട്. ഇല്ല, അങ്ങനെയാണ്. ഇത്ര ദിവസം മൊത്തം മെസ്സി ആയിരുന്നല്ലോ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അതെന്താ അങ്ങനെ പറയാ? എന്ത് സാധനല്ലേ? എത്ര ഒഴിഞ്ഞു മാറിയ അപ്പൊ കൊടുത്തു, ഇപ്പൊ കിട്ടി, അത്രേ ഉള്ളൂ. കാര്യങ്ങൾ നമ്മുടെ പുറകെ വരും. Revenge is a disease. കർമ്മ തിരിച്ചടിക്കും. അല്ല, ഞാൻ വേറെ കാര്യം പറയട്ടെ. അർജന്റീന ആദ്യം പുറത്തു പോയാലും ഇതൊക്കെ തന്നെയാണ് കാണിക്കത്തുള്ളൂ. ചിലപ്പോ കാണിച്ചിട്ടുണ്ടാവില്ലായിരിക്കും.
നമ്മളൊക്കെ ഇച്ചിരി മാന്യന്മാരാണ് മാന്യമാരായിരിക്കാം. അതെ. നമ്മളിച്ചിരി മാന്യന്മാരാണ്. ആരത് പറഞ്ഞാലും ഞാൻ ഓക്കേ. നിന്നെ പോലൊരു A class ചെറ്റ അത് പറയണത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ അത് പറ്റുന്നത്. ആഷ്മിട്ടല്ലേ ആഷ്മിട്ടൽ കൊണ്ട് നടക്കുന്ന ആളെ കാർന്ന് തിന്നുന്ന രോഗം. ആദ്യമായിട്ടുള്ള വേൾഡ് കപ്പ് ഒരിക്കലും മറക്കത്തില്ല. മാനനഷ്ടം. പക്ഷെ ഞാൻ കാര്യം പറഞ്ഞ സ്കൈ, നീ ഒരു ഊഷൻ റൊണാൾഡോ ഫാനാ കേട്ടോ. എന്താ ചേട്ടാ ഇങ്ങനെ പറയുന്നത്? ഞാൻ ഒന്നും പറഞ്ഞില്ല. ജോക്കി അതുപോലൊക്കെ തന്നെ ഏകദേശം. ഞാൻ ഊഷൻ എന്ന് പറയാ. റിയൽ ഡാൻസർ. അതാണ് നെയ്മർ. പുള്ളിയുടെ കാല് ശരിയായിരുന്നെങ്കിലുണ്ടല്ലോ. അയ്യോ സത്യല്ലേ. പുയോളിനെതിരെയൊക്കെ കാണിക്കുന്നു നോക്ക്. പക്ഷെ ഒന്ന് പോസ്റ്റ് നോക്കി. പക്ഷെ ഞാൻ ശ്രദ്ധിച്ച ഈ വട്ടം ആണെങ്കിലും ശ്രദ്ധിച്ച വേറൊരു കാര്യമുണ്ട്. മെസ്സി ഫാൻസ് ആണെങ്കിലും റൊണാൾഡോ ഫാൻസ് ആണെങ്കിലും നെയ്മറിനോട് വലിയ എതിർപ്പില്ല. രണ്ടു കൂട്ടരും എല്ലാവർക്കും ഇഷ്ടമാണ് പുള്ളി. എല്ലാവർക്കും ഇഷ്ടം. അതാണ് വേറൊരു വലിയ അഡ്വാൻറ്റേജ്. എന്നുവെച്ചാൽ പുള്ളി അങ്ങനെ ഇരുന്ന് വലിയ അപരാധം പറയണ കേട്ടിട്ടില്ല. ബാക്കിയുള്ള ഗ്രൂപ്പിലാണെങ്കിലും എല്ലാം എല്ലാവർക്കും ഇഷ്ടമാണ് പുള്ളിയെ. ഇഞ്ചറിയാണ് ഇവരുടെ ഒന്നൊന്നല്ല, ഒരുപാട് ഇഞ്ചറി. ഇത് ഇല്ലാണ്ടാക്കും ആ ടീമെ. ഇങ്ങനെ കളിച്ചോണ്ടിരുന്ന ആളല്ലേ. പണ്ട് കുഞ്ഞായിരിക്കുമ്പോ പാടത്ത് ഫുട്ബോൾ കളിക്കാൻ പോകും. അന്ന് ഈ ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാരുടെ പേരൊന്നും വലിയ ധാരണയില്ലെങ്കിലും അന്ന് ടീം തിരിച്ചിരുന്നത് മെസ്സി റൊണാൾഡോ ഫാൻസ് ആരൊക്കെയാണ്. അന്ന് അവരെ മാത്രം അറിയൂ. എന്താണ് മുടിയാടാ. പക്ഷെ ഒരു ദിവസം ഒരു ചേട്ടൻ മാത്രം ഇവർ രണ്ടുപേരെയും തെരഞ്ഞെടുക്കാതെ നെയ്മർ എന്നൊരു പേര്. അന്നാണ് ആ പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഈ പേര് പറഞ്ഞ ചേട്ടനാണെങ്കിൽ അത്രയും ഭംഗിയായിട്ടാണ് ഫുട്ബോൾ കളിക്കുന്നത്. നമ്മൾ കളിക്കുന്ന രീതി പോലെയാണ് നമ്മൾ നമ്മുടെ ഐഡലിനെ തിരഞ്ഞെടുക്കുക എന്ന് ഞാൻ എപ്പോഴും വിശ്വസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇയാളുടെ കളി രീതി കണ്ടപ്പോൾ ഈ പറഞ്ഞ നെയ്മറിനെ അറിയാൻ എനിക്ക് കുറച്ചുകൂടെ കൗതുകം കൂടി. അങ്ങനെ തെരഞ്ഞു പിടിച്ച് കണ്ടപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിലും ഒരു കുഞ്ഞൻ ശരീരം, ഒരു ചെറിയ പയ്യൻ. പക്ഷെ അന്ന് ഞാൻ വായിച്ച ആ പത്രത്തിൽ അവനെക്കുറിച്ച് വാതോരാതെ എഴുതിയിട്ടുണ്ട്. ലോകത്ത് ഞാൻ അതുവരെ കണ്ടിട്ടുള്ള എല്ലാവരെക്കാളും ഏറെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഫുട്ബോളാണ് അവൻ കളിക്കുന്നത്. അങ്ങനെ എപ്പോഴോ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്ലെയറായിട്ട് മാറി. അങ്ങനെ ഒരു ലോകകപ്പ് വർഷം നാട്ടിൽ കെട്ടിയൊരു ഫ്ലെക്സിൽ അവൻ്റെ ചിരിച്ചു നിൽക്കുന്ന ഒരു വലിയ രൂപം കണ്ടിട്ട് ഏറെ സന്തോഷിച്ചിട്ടുണ്ട്. പക്ഷേ ആ ലോകകപ്പ് അവന് സമ്മാനിച്ചത് അവൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു ദുഃഖമായിട്ടാണ്. ആ ഒരു ഫൗളിൽ വേദന കൊണ്ട് പൊളിയുന്ന നെയ്മറിനെ കണ്ടപ്പോൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ സഹിക്കാൻ വയ്യാതെ കഷ്ടപ്പെടുന്നു എന്ന് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. നെയ്മർ അയാൾ ഫുട്ബോളിന്റെ രാജാവാണെന്ന ചർച്ചകളിലോ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന വാഗ്വാദങ്ങളിലോ ഒന്നും വരാറില്ല. കാരണം രണ്ട് വിഭാഗത്തിലുള്ള ഫുട്ബോൾ ആരാധകർക്കും അയാൾ ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് ഒരു രാജകുമാരനായി അയാൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ലോകകപ്പിൽ അയാൾ കളിക്കുന്നു എന്ന വാർത്ത ലോകത്തെ മുഴുവൻ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് തോറ്റ് പുറത്തായപ്പോ അയാൾ അർഹിച്ചത് നേടിയോ അറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഫുട്ബോളിനെ ഇത്രയും ഭ്രാന്തമായി സ്നേഹിക്കാൻ പഠിപ്പിച്ച ഒരാൾ ഇനി ആ വേദിയിലില്ല.
We really miss you. നല്ല വീഡിയോ സങ്കടം വന്നളിയാ. നല്ല വീഡിയോ അല്ലേ വീഡിയോ ആയിരുന്നു അത്. പ്രസന്റ് ചെയ്തത് കണ്ടിട്ട് അടിപൊളി ബ്രോ, കിടിലം വീഡിയോ, ഒന്നും പറയാനില്ല. ഇതെന്തുവാ തലയ്ക്ക് മുകളിലൂടെ പായുന്ന മിസ്സിലുകൾ തൃശ്ശൂർകാരി ഹിഫ സലീം ഹോർമുസിനടുത്ത് കുടുങ്ങി കിടക്കുന്ന അയ്യോ. രക്ഷപ്പെട്ടില്ല അതുവരെ. ഇതൊക്കെ ആരടാ പടച്ചു വിടുന്നേ? ഗോഡ് എടാ ഇത് വായിക്കടാ. അതാ റോഡ് സൈഡിൽ നിൽക്കാൻ. അക്കരെ വെക്കും. ഒന്നും കൂടെ കേട്ടെ, ഈ ലിറിക്സ് മാത്രമേ ഇന്ത്യ കാണത്തുള്ളൂ. സത്യല്ലേ? എന്റെ മൈൻഡ് അതേ വരുന്നുള്ളൂ നിങ്ങളുടെ. അതെ, ഇത് അത് തന്നെ, ഇതാ ലിറിക്സ്. ഓ ഇതിനകത്ത് ഇതിന്റെ ഷെയർസിന്റെ കോളെടുത്ത് താഴെ വെക്കണല്ലേ? അതിനകത്ത് കോളയുടെ ഷെയർസ് ഇടിഞ്ഞുണ്ടല്ലോ. Hey, Coca-Cola lost $4 billion in the market value after soccer $4 billion. star Cristiano Ronaldo suggested people drink water, is what he said. Okay, so the soccer superstar Cristiano Ronaldo gestures at Euro 2020 press conference on Monday wiped $4 billion off of Coca-Cola's market value. Ronaldo's ahead of his team's match. By the way, this is all he did. He literally just went like this. No Coca-Cola. Drink water. That's all he did. The power of Ronaldo. Yeah. How powerful is it? കമ്പനി ഓണർ വിചാരിക്കും അത് കണക്കല്ലേ മറ്റേ റെഡ് ബുൾ കുടിച്ചെന്ന് ഇവിടെ ചേട്ടൻ എല്ലാരും പറയണേ. അത് പറയുന്നേക്ക് തിരിഞ്ഞു കുടിച്ച് അല്ല അദിദാസോ നൈക്കയോ ഏതോ ആയിരുന്നു മറ്റേ ബാറ്ററി തെറ്റി പോണേ. അല്ലല്ല ഇത് ഞാൻ പറയട്ടെ അത് കുടിക്കട്ടെ, അതെനിക്കറിയാം. അതല്ല ഞാൻ പറയുന്നത്. ഇത് എന്നിട്ട് ഇതിനകത്ത് ഫിഫയുടെ മറ്റേ അഡിഡാസോ നൈക്കോ ഏതോ ആന്ന് തോന്നുന്നു ലൈക്ക് ഷൂസിന്റെ പ്രൊമോഷൻ ഭയങ്കരമായിട്ട് നടത്തിയത്. അവസാനം വന്നിട്ട് അണ്ടർ ആർമറിന്റെ ഷൂസ് ഇട്ടാണ് മറ്റേ ടോർസ് ഗോൾ അടിച്ചത്. അവന്മാര് ഒറ്റ പോസ്റ്റിനകത്ത് മൊത്തം അടിച്ചങ്ങ് അമർത്തിയടാ. ഫലം ഇതൊക്കെ എന്തിനാ പറയുന്ന റെസ്പോൺസ് ഇല്ലാത്ത നിർഗുണം നാരി. ഞാനൊന്നും പറയത്തില്ല. നോ മെസ്സി വീഡിയോ എനിക്ക് അറിഞ്ഞൂടാ. ഇവന്മാരെ ഡിലീറ്റ് ഇതൊക്കെയാണ് കളി. മെസ്സി എന്നാ സൈഡിൽ ഓടുന്നത്, റൈറ്റ് സൈഡില് കണ്ടില്ലേ? നമ്മുടെ ലാസ്റ്റ് വേൾഡ് കപ്പിൽ ഓടിയത് പോലെ. എന്നിട്ട് നോക്കി നിങ്ങൾ കേട്ടെ. ഞാൻ എന്നിട്ട് നോക്കി എന്നിട്ട് നോക്കിയതല്ല നിങ്ങൾ കേൾക്കുന്നത്. ഞാൻ എന്നിട്ട് നോക്കിയതാ കേൾക്കുന്നത്. അടുത്ത വീഡിയോ. 22 ലക്ഷം സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്ത നീറ്റ് എക്സാമിന്റെ പേപ്പർ എങ്ങനെ ലീക്ക് ആയെന്ന് കുറെ പേർക്ക് ഇതുവരെ അറിയില്ല. സോ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ജയ്പൂരിലുള്ള 2 പേര് ഈ പേപ്പർ ലീക്ക് ചെയ്തിട്ട് മഹാരാഷ്ട്രയിലെ ഒരു പ്രസ്സിലേക്ക് ഇവർ അയച്ചു കൊടുത്തു. ആൻഡ് ഈ സെയിം പ്രസ്സിലുള്ള ഒരാൾ ആരും അറിയാണ്ട് സീക്രട്ട് ആയിട്ട് ഈ പേപ്പർ ജയ്പൂരിലുള്ള 2 പേർക്ക് അയച്ചു കൊടുത്തു. ജയ്പൂരിൽ നിന്ന് ഈ പേപ്പർ പോകുന്നത് ഹരിയാനയിലുള്ള ഇതിന്റെ ഒക്കെ മിഡിൽ മാൻ ആയിട്ടുള്ള ഒരു ഡോക്ടറിന്റെ കയ്യിലാണ്. ഡോക്ടർ അവിടെ നിന്ന് രാജസ്ഥാനിലെ ഒരു കൺസൾട്ടേഷൻ കമ്പനിക്ക് പൈസക്ക് ഈ പേപ്പർ കൈമാറി.
പിന്നെ ഈ പേപ്പർ പോണത് വാട്സപ്പ് ഗ്രൂപ്പിലേക്കാണ്. 30,000 തൊട്ട് 5 ലക്ഷം രൂപ വരെ പൈസ കൊടുത്തിട്ട് സ്റ്റുഡൻസ് ഇത് വാങ്ങാൻ തയ്യാറായിരുന്നു. നാഗ്പൂരിലുള്ള ഒരു പയ്യൻ 28 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഈ പേപ്പർ അവരെ നിന്ന് മേടിക്കുന്നത്. ആൻഡ് ഇത് കേരളത്തിലും എത്തി. ആൻഡ് ഇതൊക്കെ സംഭവിക്കുന്നത് എക്സാമിന്റെ തലേദിവസം, അതായത് മെയ് 2-ാം തീയതിയാണ്. ആൻഡ് എക്സാം കഴിഞ്ഞിട്ട് ഈ വൈറലായ പേപ്പറും ഒറിജിനൽ പേപ്പറും കൂടെ കമ്പയർ ചെയ്തിട്ട് ഈ കോച്ചിങ് ടീച്ചറാണ് ഈ സംഭവം കണ്ടുപിടിച്ചത്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓൾമോസ്റ്റ് സെയിം ആണെന്ന് മാത്രമല്ല, 90ഓളം ബയോളജി ക്വസ്റ്റ്യൻസും 45ഓളം കെമിസ്ട്രി ക്വസ്റ്റ്യൻസും എക്സാക്ട്ലി കംപ്ലീറ്റ്ലി സെയിം ആയിരുന്നു. ആൻഡ് കുറെ പേര് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോയിട്ട് റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ആൾക്കാരാണ് അവർ പുറത്താക്കിയത്. പിന്നെ അവർ NTA മെയിൽ അയച്ചിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം പുറത്തേക്ക് വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ രാവും പകലും കഷ്ടപ്പാട് 24 മണിക്കൂറും പഠിച്ച 22 ലക്ഷം സ്റ്റുഡൻസിന്റെ കഷ്ടപ്പാടാണ് വെള്ളത്തിൽ വരച്ചവരായത്. ഇതിന്റെ ഏറ്റവും സ്കെയറസ്റ്റ് പാട്ട് എന്താണെന്ന് വെച്ചാൽ, കഷ്ടപ്പാട് വെച്ച് പഠിക്കണവര് ഫെയിൽ ആവുകയും ചെയ്യും, ഇതുപോലെ ഡൈപ്പ് കാണിക്കണവര് ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ആവുകയും ചെയ്യും. ആൻഡ് ഐ ഗോട്ട് ഓൾ ദിസ് ഇൻഫർമേഷൻ ഫ്രം ദി ക്രിയേറ്റർ എബിൻ മാർട്ടി. സോ ഇതിന്റെ സീരിയസ്നെസ് ഒന്നും അറിയാണ്ടാണ് കുറെ പേര് ഈവൻ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വരെ പോകുന്നത്. ഇത് എന്റെ ഫോളോവേഴ്സിന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. സോ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് ദി സീരിയസ്നെസ് ഓഫ് ദിസ് ഇഷ്യൂ. ബൈ. ഇതിനകത്തൊരു കാര്യം പറഞ്ഞോട്ടെ ഗൈസ്, ഈ സാധനമൊക്കെ കാശ് കൊടുത്ത് മേടിച്ചു കൊടുക്കുന്ന, അല്ല ഇത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ മേടിച്ചു കൊടുക്കുന്ന തന്തയും തള്ളയില്ലേ, അവരെ വേണം ആദ്യം തല്ലാൻ. ഇതിനൊക്കെ പൈസ കൊടുക്കുന്നവരെ ആദ്യം അടിക്കണം, മനസ്സിലായ? 28 ലക്ഷം. ജോഗി, ഇതിനകത്ത് വേറൊരുത്ത ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ മേടിച്ചിട്ട് അവൻ എത്രാണ്ട് ലക്ഷം രൂപയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ മേടിച്ചെടുത്ത്, എന്നിട്ടും അവനെ പരീക്ഷ ജയിച്ചില്ല. ഈ പോക്കണം കെട്ടവനൊക്കെ പൈസ കൊടുക്കുന്നതിന് പകരം അവനെയൊക്കെ വല്ല ബിസിനസ് 30 ലക്ഷം രൂപയ്ക്ക് വല്ല ഷെഡിക്കട ഇട്ട് ഏതെങ്കിലും മോളിൽ ഇരുത്തണം ഇവനെയൊക്കെ. അല്ലാതെ ഡോക്ടർ ആക്കാൻ പറഞ്ഞു വിട്ടിട്ട് നാളെ ഇവ ഓപ്പറേറ്റ് ചെയ്ത് എന്തെടുത്തോണ്ട് പോകും? അതാ, പിന്നെ അല്ലാതെ കയ്യിൽ 28 ലക്ഷം രൂപ എടുക്കുകയാണെങ്കിൽ എന്തിനും. ജോഗി, കുറച്ച് കാശുള്ള കുറച്ച് ആൾക്കാർക്ക് സ്വന്തം മക്കളെ ചുമ്മാ ഒരു ഇത് കിട്ടിയാൽ മതി. ഇവരെയൊന്നും ജോലിക്കൊന്നും നിർത്തണ്ട. ഇവർക്ക് ചുമ്മാ ഒരു ഫ്യൂച്ചറിൽ നമ്മുടെ സർജറിയും മറ്റേതും ഒക്കെ നടത്തി ആൾക്കാരും മരിച്ചുപോയി. പിന്നല്ലേ ഏട്ടനവൻ ഇതെടുത്ത് നമ്മുടെ പാൻക്രിയാസ് ഒക്കെ പറിച്ചെടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നരമ്പ് കട്ടയും. ഇതിനൊക്കെ പേരൻസ് പൈസ കൊടുക്കാന്ന് പറഞ്ഞാൽ അവരെയാണ് ആദ്യം തല്ലു കൊടുക്കേണ്ട അവന്മാർക്കാണ്, മനസ്സിലായ? അല്ലാതെ എന്ത് പറയാനാ? ഇതൊന്ന് കണ്ടു നോക്കടാ, ഇതൊന്ന് കണ്ടു. നീ കരുതുന്ന പോറ്റി ഈ താഴെ കിടക്കുന്ന ഒരു മിനിറ്റ് ചിരിക്ക്. എടാ, മറ്റേ കാക്കക്കുഞ്ഞിന്റെ മോളെ ലോറി കയറിയിട്ട് കണ്ണ് തള്ളി കിടക്കത്തില്ലേ? എന്തിനാണ് ഏതൊക്കെ അതെന്ത് താടിയിൽ എന്ത് ചെയ്ത് വെച്ചിരിക്കണേ പുള്ളി? ഒട്ടിച്ചിരിക്കുന്ന എന്തൊക്കെയോ വാക്കുകള്. അപ്പൊ താഴെയുള്ളതോ ചാത്തൻ. പുള്ളി ഞാൻ ഇപ്പൊ പറയാം, 50,000 പേരുടെ ഇടയ്ക്ക് പുള്ളിയെ കൊണ്ട് നിർത്തിയാൽ ഈസി ആയിട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റും. പുള്ളിയുടെ സ്ട്രക്ചർ അങ്ങനെയാ. അതെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. പുള്ളി നമുക്ക് എവിടെയാണെങ്കിലും കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാ. പുള്ളി സത്യമായിട്ടും പുള്ളി ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇനി കുറച്ച് 2 മിനിറ്റ് ഭക്തിയാണ്. കണ്ണാടിയോടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഭക്തനായി. ഞാനിതുപോലെ ഇവിടെ വരച്ചു വരട്ടെ ഇങ്ങനെ. നാളെ അങ്ങനെ വരാട്ടോ ലൈവ്. നാളെ കണ്ണാടിയൊക്കെ വെച്ച് നാളെ ഇവിടെ എല്ലാം ഇങ്ങനെ വരച്ചിട്ടിട്ട്. വീഡിയോ ഫുള്ളില്ലേടാ?
അത് കൈ കള്ളം തന്നെയാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ രണ്ടുപേരുടെ കാര്യം പറയുകയാണെ. ചില ആൾക്കാരുടെ ഒരു വിശ്വാസമുണ്ട് ഈ പെമ്പിള്ളാരെ പറ്റി, ആമ്പിള്ളാരെ മറ്റേ ഹേറ്റ് സ്പീച്ച് പറയണ എന്തോ വലിയ മാസാണെന്ന്. തിരിച്ചതുപോലെ ഈ പെണ്ണുങ്ങൾ ആണുങ്ങൾ ഇല്ലാത്ത ലോകത്ത് ജീവിക്കണം, ആണുങ്ങൾ ഇല്ലാത്തടത്ത് അത് ചെയ്യണം എന്നൊക്കെ പറയുന്നത് ഭയങ്കര മാസാണെന്ന് വിചാരിക്കണമുണ്ട്. ഇതൊന്ന് പറഞ്ഞോട്ടെ കേസ് എന്താണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ജെൻഡേഴ്സിനും അവരുടേതായിട്ടുള്ള ഈക്വൽ കോൺട്രിബ്യൂഷൻസും വാല്യൂസും ഉണ്ട്. ഇത് രണ്ടും ഈക്വലി ബാലൻസ്ഡ് ആക്കി പോകുന്നത് കൊണ്ടാണ് നമ്മൾ ഈ വേൾഡ് എക്സിസ്റ്റ് ചെയ്യുന്നത് പോലെ. ശരിക്കും ഇത് ഈ ചില അവളുമാരുടെ വായിന്ന് വരുന്ന കേട്ടാ തോന്നുന്നു ആണുങ്ങൾ ഒന്നും വേണ്ട, അങ്ങനത്തെ സെയിം അപ്പുറത്തുണ്ട് പെമ്പിള്ളേര് വേണ്ട അല്ലെങ്കിൽ അങ്ങനത്തെ. ഇതൊക്കെ ഈ പെമ്പിള്ളേർ വേണ്ടെന്ന് പറഞ്ഞ് സിഗ്മയായിട്ട് പറഞ്ഞിരിക്കുന്നവന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്ത് നോക്കണം. രാത്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹായ് സ്വീറ്റി, ഹായ് ഹഡി, ക്യാൻ യു ഷോ മീ, ഇതൊക്കെ ആയിരിക്കും അവന്റെ മെസ്സേജ്. മനസ്സിലായ? ഇതൊന്നും കണ്ട് നിങ്ങൾ ഇതാ വരുന്നത്. സീരിയസ് ആയിട്ട് ഞാൻ പറയണേ, അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാനും പറ്റും. രണ്ടുപേർക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇത് ചില വൃത്തികെട്ട ഫെമിനിറ്റികൾ കേട്ട് കഴിഞ്ഞാൽ അവരിന്ന് തർക്കിക്കും. പക്ഷെ സ്റ്റിൽ രണ്ടുപേർക്കും അവർക്ക് ഇവർക്കായിട്ടുള്ള ഈക്വൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമുണ്ട്. അത് മനസ്സിലാക്കാൻ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കണം. അല്ലാതെ ഇതൊന്ന് കാണാം. ഇത് കാണണം. How does your dad feel about this? I genuinely hate him. I've told him, yaar, you know. Why so mean, yaar? Is your father, yaar? I mean, he is my father, but at last he's a man. But what is He is a man. He is indeed a man. I said I like you. You have to rate me good now. 100%. From my side, it's a 0. समय 10 on 10 देना allowed है क्या? हाँ 0. साक्षी जी, यार you are very wrong, but you are so entertaining. Thank you. तो मैं आपको देता हूँ 0. വലിയ കാര്യം പോലെ ഇത് ഫുള്ള് കാണണം. ഫുള്ള് കണ്ട ചിരിച്ചിരിച്ച് സ്വന്തം തന്തയെ തള്ളി പറഞ്ഞിട്ട് എന്തോ ഭയങ്കര മാസം എന്നുള്ള രീതിയിലായിരുന്നു. ഐ ഹേറ്റ് മെൻസ് ഇതെന്താ ഈ അടിയിലത്തെ 100 എന്താ ജോക്കി? അത് കണ്ടില്ലേ? അല്ലല്ല അതല്ല, അത് നമ്മൾ നേരത്തെ കണ്ട. ഇത് അവളുടെ ജോലി പോയി, എല്ലാം പോയി. കയ്യിലിരിപ്പാണ്. എസ്കേപ്ഡ് അറ്റ് ദ ലാസ്റ്റ് സെക്കൻഡ്. ഞാനേ സത്യം പറഞ്ഞ ആ സമയത്ത് കമന്റ് നോക്കിയോണ്ട് ഞാൻ രക്ഷപ്പെട്ടിടാ. അയ്യോ ഈകളുടെ കണ്ടില്ല. കണ്ണാടി ഉള്ളതുകൊണ്ട് നിങ്ങൾക്കും അത് മനസ്സിലായില്ല ഞാൻ എങ്ങോട്ടാ നോക്കുന്നതെന്ന്. ഹലോ ബ്രോ, എന്റെ ഹെൽമെറ്റ് നിന്റെ ഇരിക്കുന്നേ. ഓ അതെടുത്ത് പോയി, എനിക്കൊരു സ്ഥലം വരെ പോണം. ഓക്കെ ഓക്കെ. ഹെൽമെറ്റ് നീ എവിടെ പോണു? ഹെൽമെറ്റ് വാങ്ങാൻ. അപ്പൊ ഹെൽമെറ്റ് നിന്റെ ഇല്ലേ? അപ്പു എന്ന് ചോദിച്ചപ്പോ അവനടുത്ത് അങ്ങ് കൊടുത്തു. ആരെടുത്ത് ചോദിച്ചിട്ട്? നിനക്കൊക്കെ തോന്നിയ പോലെ ഉണ്ടാക്കാനാണ് 2000 കൊടുത്ത് ഞാൻ ഹെൽമെറ്റ് വാങ്ങിച്ചു വെച്ചിരിക്കണേ. ഹെൽമെറ്റ് അല്ലേ ബ്രോ, വാങ്ങാം വാ. അപ്പോ ഹലോ, ഹെൽമെറ്റ് അത് കണ്ണാഞ്ചേന്റെ ഏത് എന്റെ ആയാലും എന്റെ ഹെൽമെറ്റ് ഇപ്പൊ കിട്ടണം. കിട്ടും എന്റെ ഹെൽമെറ്റ്. വന്ന് കേറ് കണ്ണേട്ടാ. ഇവനാരും അവന്റെ പെണ്ടാട്ടി ഇങ്ങനെ നടന്ന് വിളിക്കാൻ. എന്താ ഹെൽമെറ്റ് അമ്പാടി വാങ്ങിച്ചോണ്ട് പോയി. അത് അവിടെ നിന്നും പോയാ ഇതെന്തോന്നാ പഞ്ചായത്ത് ഹെൽമെറ്റാ? പറഞ്ഞവനും ഫോണൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കാൻ. എനിക്ക് എന്റെ ഹെൽമെറ്റ് കിട്ടണം. അത് നമുക്ക് പോയി വാങ്ങാം. അല്ല വാടാ കേറിണ്ട.
ആദ്യം നല്ല വികാസം ഒന്ന് വാങ്ങിച്ചിട്ട് പോയി. ആരാണ് ഈ വികാസ്? അത് അമ്പാടിയുടെ കൂട്ടുകാരെ. സത്യം പറയടാ കുശവന്മാരെ, എന്റെ ഹെൽമെറ്റ് എവിടാ? നിന്നെയൊക്കെ കുരുവൊണ്ട പോടാ. നമുക്കേ കാൺമാനില്ല എന്ന് പറഞ്ഞ് എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും ഹെൽമെറ്റിന്റെ ഫോട്ടോ വെച്ച് ഷെയർ ചെയ്താലും അപ്പൊ കിട്ടൂലെന്ന് ഉറപ്പായി. അയ്യോ എന്റെ ഹെൽമെറ്റ്. ഹലോ ഹെൽമെറ്റ് ഗണേശന്റെ വീട്ടിലുണ്ടെന്ന്. ഗണേശ ശംഭുവാ, വാ പോവാ. ഗണേശേ ഗണേശേ. ലാസ്റ്റ് बेटा பாருங்க அருமையான ஒரு ஜெர்சி கிளாத் வந்திருக்கு பாருங்க லட்சுமி அம்மாள் இன்னைக்கு பெரிய வேலை பார்த்து விட்டு போயிட்டா. ജോക്കി വേൾഡ് കപ്പ് ജയിക്കുന്ന ടീമിന് എത്ര രൂപ ഉണ്ട് പ്രൈസ് പൂള്? 4700 കോടി. അല്ല പ്രൈസ് 4700 കോടിയോ ഒരു ടീമിന്? കൂട്ടിയോ ഫസ്റ്റിന്? അയ്യോ ഓരോ മഞ്ഞക്കാടിന് 13 ലക്ഷം 15 ലക്ഷം കണ്ട പെനാൽറ്റി. 420 ആണോ 4000 ആണോ 420? 450 കോടി 450 കോടി കണ്ട. 4000 കോടിയോ? എന്നാലും 440 കോടി. അയ്യോ പ്ലേയേഴ്സിന് ബേസിക് സാലറി എല്ലാം ഉണ്ടാവുള്ളൂ ജോക്കി. ഇത് സാലറി കാണും. സാലറി നേഷൻ അവരുടെ ഇതിനല്ലേ, ഫുട്ബോൾ ബോർഡിനല്ലേ ഇത് കിട്ടണേ? ഓരോ ടീമിനും എത്ര 12 കോടിയോ എത്ര കോടി ഇത് കൊടുക്കും പ്രിപ്പറേഷന് മാത്രം എന്തോ. അത് ഇവര് കളിച്ചതിന് വേണ്ടി മാത്രം 30% US ടാക്സ് ആയിട്ട് പിടിച്ചെന്ന്. ഫിഫ സാലറി ഒന്നും കൊടുക്കത്തില്ല, ക്ലബ്ബുകാരല്ല ജോക്കി. ഫിഫ അല്ല, ടീമിന് ഫുട്ബോൾ. ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ഇതെല്ലാം BCCI അല്ലേ നോക്കണേ ക്രിക്കറ്റില്. അതുപോലെ ഫുട്ബോളിലെ ഓരോ രാജ്യത്തിന് അവരുടെ ഫുട്ബോളിന്റെ ബോർഡ് ഉണ്ടാവുമല്ലോ. അവരുടെ ഫണ്ട് കിട്ടുന്നത്. അവരായിരിക്കൂലേ പ്ലേയേഴ്സിന് സാലറി ആയിട്ട് കൊടുക്കുക, എല്ലായിരിക്കും കൊടുക്കണേ? വേറെന്തോരു സാധനം ഉണ്ട്. അല്ല ഞാനിപ്പോ നെറ്റി നോക്കിയതാ, വേറെന്തോരു സാധനം അങ്ങനെയല്ലേ നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സിന് കൊടുക്കാറ്. തൊപ്പി ഡൽഹി. Get ready with me to go to Jantar Mantar to fight for our country. We have these skin-hugging pants, whatever they are called. I don't know. And this tank top which says great things. They are. These pants are very runnable. You can like really be agile, dodge if someone is like coming at you. And they make my ass look really. The media comes up to us, we can always be like, talk to my AWS. Talk to my AWS. Sky. Now help me pick between these two outfits, and if you're in Delhi on 20th and you are capable, please do show up for this protest. I believe it is high time. This has been going on for so long. First they took away rights of trans people, now they are doing this with students, and this is all very recent. They have been doing it for years, and total absurdity. See my AWS. See my AWS. എന്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും നല്ല നടൻ മമ്മൂട്ടിയാണ്. ഇല്ല ഒരിക്കലും ഇല്ല, അത് മോഹൻലാലാണ്. ഞാനത് സമ്മതിച്ചില്ല, മോഹൻലാലാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവന് മോഹൻലാലിന് ഇഷ്ടമായിട്ടാണ് അവൻ ഇങ്ങനെ പറഞ്ഞത്. അല്ല, ഈ തെണ്ടിക്ക് ഞാൻ എന്ത് പറഞ്ഞാലും അവൻ എന്നെ എതിർക്കണം. ഞാൻ എന്ത് പറയൂ അതിന്റെ എതിര് ഇവന് പറയണം. ഞാൻ അടുത്ത് പറയാൻ പോണ സാധനം അവൻ എതിർക്കും. കണ്ടോ? നീ അത് വിട്. പക്ഷെ രാഹുൽ സദാശിവനാണ് നമ്മളിപ്പോ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഹൊറർ ഡയറക്ടർ. ഒരിക്കലും ഇല്ല. അത് വിനീത് ശ്രീനിവാസനാണ്. വിനീത് ശ്രീനിവാസൻ ഏത് പടമാണ് ഹൊറർ ചെയ്തത്? തട്ടത്തിൻ ഹൊറർ. അപ്പൊ അതിന് ഹൊററൊക്കെ ഉണ്ട്. അത് ഇരുട്ടണ ചക്കിരുന്ന് കണ്ടോ പേടി വരും. എനിക്ക് പേടി വന്നു പോരെ. അപ്പൊ അത് ഹൊറർ ഫിലിം ആയില്ലേ? ഞാൻ സമ്മതിച്ചിട്ടില്ല. ജയിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒക്കെ പറയുന്ന സെൻസിബിൾ ആയിട്ട് എന്തെങ്കിലും ഭൂമിയിലെ ജീവിച്ചിരിപ്പില്ല. അപ്പോഴും ഇത് ഞാൻ നിങ്ങളിപ്പോ എക്സാമ്പിൾ ഞാൻ പറയാം, നിങ്ങളിപ്പോ വന്നിട്ട് തട്ടത്തിമറയത്ത് ഓർപ്പേടം അല്ലെന്ന് പറഞ്ഞ് അവന്റെ VC-യിൽ വന്ന് സംസാരിച്ചാൽ പോലും 5 മിനിറ്റിൽ നീ വീട്ടിൽ ചെന്ന് നിന്റെ അച്ഛനോടും അമ്മയോടും ഒരു അടി ഉണ്ടാക്കും. അമ്മ അത് പ്രേതപ്പടമാണ്, നിങ്ങൾ ഇനി എനിക്ക് ഫുഡ് തന്നതിന് വേണ്ടിയില്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ചു പറയും. അങ്ങനത്തെ ഒരുത്തനാണ്, അങ്ങനത്തെ ഒരുത്തൻ. അതങ്ങനെ ശരിയാവും. ഇറ്റ്സ് സയന്റിഫിക്കലി ഇമ്പോസിബിൾ. ഐ ഐഡന്റിഫൈ ആസ് എ ഡൈനോസർ. ഇപ്പോഴും
എടാ നീ എന്തിട്ടാ ഞാൻ എന്ത് പറഞ്ഞാലും അത് എതിർക്കണത്? അങ്ങനെയാണെങ്കിൽ നീ എനിക്ക് എതിർക്കാൻ പറ്റാത്ത എന്തെങ്കിലും പറ. പക്ഷെ നീ എന്ത് പറഞ്ഞാലും ഞാൻ എതിർക്കും. പറ. നിനക്ക് മൊത്തത്തിൽ ഒരു തന്തേ ഉള്ളൂ. രണ്ട് തന്ത്രമുണ്ടെന്ന് പറ, മൂന്നുണ്ടെന്ന് പറ. എന്റെ ഒരു അഭിപ്രായം കണ്ണാപ്പി അവിടെയും എതിർക്കും, അവിടെ തർക്കിക്കും. ഇതാണ് ഐറ്റം. ഈ കണ്ണ് ഇതാണ് സാരം. ഇതാരാ ഇത്? ഈ കണ്ണ് ഒരു പോഡ്കാസ്റ്റ് പറഞ്ഞിട്ട് ഇത് കേട്ടു നോക്കണേ, അത് വായിക്കാദ്യം. ഈ കണ്ണ് മുഖത്തല്ലാതെ വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ മുഖത്തല്ല വേറെ എവിടെയെങ്കിലും ആയിരുന്നു കുറച്ചും കൂടെ എളുപ്പമായിരുന്നല്ലേ. ഇപ്പൊ കയ്യിലായിരുന്നു, നമുക്ക് പുറകെ ആരെങ്കിലും വരുന്നുണ്ടോ ഇങ്ങനെ നോക്കിയാൽ മതിലിന്റെ അപ്പുറമൊക്കെ തന്നെ നമുക്ക് ഇങ്ങനെ നോക്കായിരുന്നു. ഇതിപ്പോ കണ്ണ് മുഖത്തായോണ്ട് നമുക്ക് ഇങ്ങനെ എത്തി വരിഞ്ഞൊക്കെ നോക്കേണ്ടി വരും. ഒരു മോശം ഡിസൈനിങ് ആയിരുന്നു നമ്മളെ കണ്ണ്. അത് വല്ലാത്തൊരു ഡിസൈൻ. നമുക്ക് എളുപ്പമായിരുന്നു. ഇപ്പൊ രണ്ട് കയ്യിലും രണ്ട് കണ്ണും എടുത്തു കഴിഞ്ഞാല് ഇങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കല്ലേ, ഇങ്ങനെ വെച്ചോണ്ട് നടക്കണ്ട, നമ്മൾ ഇങ്ങനെ നോക്കിയാൽ പോയി. ഇങ്ങനെ നോക്കുമ്പോ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പൊ നമ്മൾ എവിടെയാണ് ഇത് കാണുന്നത്? തലച്ചോറ് തലയിൽ തന്നെ വേണം. തലച്ചോറ് തലയിലാണ്ടാണ് തലച്ചോറ് എന്ന് പറയുന്നത്. കയ്യിലായിരുന്നു കൈച്ചോറിനല്ലോ. കണ്ണ് കൈ വരുന്ന വേറെ പ്രശ്നം മറിഞ്ഞു വിടാന്നൊരു പറയത്തില്ലേ, കൈ കുത്തി വീണു, കണ്ണ് കുത്തി പിന്നെ ഫുഡ് കഴിക്കാൻ ചെറുപ്പാണ് കണ്ണിന് കയ്യിലായതുകൊണ്ട്. പിന്നെ ഈ ബാക്കിയുള്ളവരുടെ ചെകിടത്തൊക്കെ അടിക്കുന്ന നമ്മുടെ കണ്ണു പോകും, നമ്മുടെ മുഖത്ത് അടിക്കുന്നവരായിരുന്നു. അങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് നല്ലത്. എന്നാലും കണ്ണ് കയ്യിലായിരുന്നു കുറച്ചും കൂടെ എളുപ്പത്തിൽ ഇങ്ങനെ കാണാറുണ്ട്. കൊച്ചിന്റെ ഒരു കണ്ണ് പോലെ കുറച്ച് ഇങ്ങനെ ഒരു വയറ് മാറി മാറി കണ്ണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അത് മതി തോന്നുന്നു. അല്ലെങ്കിൽ നമ്മളിതിട്ട് എന്തെല്ലാം കുസൃതികൾ കിടന്ന് കാണിച്ചാനെ. നമ്മുടെ കണ്ണ് നമുക്ക് പോലും കാണാൻ പറ്റില്ല. നമുക്ക് പോലും കാണാത്ത നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ എന്തെല്ലാം കാണുന്നുണ്ട്. അത് ശരി, ഫിലോസഫിക്കൽ തോട്ട്. വാവ്, എന്താണ് പറഞ്ഞേ? 2 പെഗ് കൊടുത്ത് ഇതിന്റെ മുകളിൽ പറയാം. ബാംഗ്ലൂരൊക്കെ പഠിച്ചവന്മാരെ ഇവിടെ 2 പെഗ് കൊടുത്തു കഴിഞ്ഞാൽ അവന്മാര് ഇതിലും മുകളിൽ വലിയ വലിയ കാര്യങ്ങൾ, ഇന്റർനാഷണൽ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. അയ്യോ, എങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളേ? കൊറേ ഉണ്ട്. ഇത് കാണണം കേട്ടോടാ, ഇത് മൊത്തം കാണണം കേട്ടോ. This place may differ, but our childhood remains the same. The place may differ. Oh, this is സത്യമല്ലേ? അയ്യോ, ഇതെല്ലാം ചെയ്തിട്ടുണ്ട് നമ്മള്. സത്യം. എല്ലാം ചെയ്തിട്ടുണ്ട്. അയ്യോ, എല്ലാരും ചെയ്തിട്ടുണ്ട്. അതെല്ലാരും ഇതും കണ്ണി ഗുരുവാണ് കണ്ണി. ഓ ഇതിപ്പോഴും ചെയ്യും. ജോക്കി, ഞാൻ വേറെ കാര്യം പറയാം. ഇത് നിങ്ങൾ ജോക്കിയൊക്കെ ചെയ്ത് ഇത് എല്ലാവർക്കും വരുന്നൊരു തോട്ടാണെന്ന് എനിക്കറിയില്ല. എനിക്ക് കൊച്ചിലൊരു സാധനം ഉണ്ടായിരുന്നു ജോക്കി. എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെ മനസ്സിലെ എന്തെങ്കിലും ആഗ്രഹം മനസ്സിൽ വിചാരിച്ചിട്ട് പറയും 10 വരെ ഇടുന്നതിന് മുമ്പ് ആ പോസ്റ്റിന്റെ അവിടെ എത്തിയ ആഗ്രഹം നടക്കും. അത് ചെയ്യോ നിങ്ങൾ? എല്ലാവർക്കും ഉള്ള സാധനമാണോ അത്? പിന്നെ ആണോ? പിന്നെ ചെയ്യാറുണ്ട്. ആണല്ലേ? ഞാൻ എനിക്ക് മാത്രമുള്ളായിരുന്നു. കൊച്ചിയിൽ എനിക്ക് പരിപാടി ഉണ്ടായിരുന്നു കേട്ടാ. ഞാൻ ഇങ്ങനെ വെറുതെ നടന്നൊക്കെ പോകുമ്പോഴോ ഇതാക്കുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ പറയാം അവിടെ 10 വരെ ഉണ്ട്, 20 വരെ ഇടുമ്പോഴത്തേനും അവിടെ എത്തിയ. ഇത് യൂണിവേഴ്സൽ സാധനമായിരുന്നില്ലേ? പിന്നെ 3 വട്ടം കണ്ണടച്ചില്ലെങ്കിൽ അത് സംഭവിക്കത്തില്ല. അങ്ങനത്തെ കുറെ പരിപാടികളുണ്ട്.
500 അയച്ചേ. ഞാനും ചെയ്തിട്ടുണ്ട്. ഗോഗു അടിക്ക് ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ ഫൈനൽ കിക്ക് പോയിന്റ്. അപ്ലൈ ചെയ്തോ. ഒരു മിനിറ്റ്, അതിന് മുന്നേ ഈ പരിപാടി ഞാൻ ചെക്ക് ചെയ്തോട്ടെ. കുറെ ടാഗ് ചെയ്യും. ഇപ്പഴും ഉണ്ടത്, ഇപ്പഴും ചെയ്യാലോ. ഇപ്പൊ ഇല്ല എനിക്ക് ആക്കാൻ പരിപാടി. നേരത്തെ എന്താടാ ഇത്? ഇത് ധർമ്മൻ വരച്ചല്ലേ? താങ്ക് യു സോ മച്ച്. ഇത് കിട്ടില്ല. വർക്കൗട്ട് സെഷൻ ടയറായിട്ട് കിടക്കണതാണ്. അതൊരു 450 പുഷപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉള്ള ഒരു കാമക്കണ്ണൻ ഒപ്റ്റിക്കൽസോ? ഇവനെയൊക്കെ അടിക്കണ്ടടാ. ഇവനെയൊക്കെ ആരാടാ ഇതൊക്കെ? അല്ലത് കഴിഞ്ഞേ ഗോട്ടിന്റെ കുറച്ച് സാധനങ്ങളുണ്ട് മേലെ. ഇൻക്രീസ് ദ കോട്ട്. Who is the worst player to face in an upcoming game? And I don't mean performance. I mean like, oh, I've got to face him today. But yeah, at that time, Cristiano Ronaldo was this. Yeah, we couldn't stop him. Cristiano Ronaldo was just unstoppable, unplayable because you stop him going right and go left. Stop. You hit it. ഇത് ഞാൻ ഉറപ്പ് പറയാൻ ജോക്കി. ഇത് ഇവൻ ഈ സ്കൈഡാർസ് ഇവിടെ വീഡിയോകളെല്ലാം ഡിലീറ്റ് ആക്കി. കാരണം ഇവിടെ മെസ്സിയുടെ വീഡിയോ എന്തായാലും വന്നിട്ടുണ്ടാവും. എന്തൊരു കഷ്ടം. ഓഡിറ്റോ എടുത്തു ചേട്ടാ. എനിക്ക് തെളിയിക്കണം. എന്റെ കാണിക്കാലോ? ഇല്ല പറ്റൂല. ഓഡിറ്റോ തിരുവറി കാണിക്കാൻ മനസ്സിലായാലും ഈ വീഡിയോ റൊണാൾഡോ വീട്ടിലാണുള്ളത്. MHR എന്നുള്ളൊരു പേരിന്റെ ഉത്ഭവം. എന്റെ ശരിക്കും പേര് മുഹമ്മദ് ഹുസൈൻ റഹ്മാൻ എന്നാണ്. അപ്പൊ അതിലുള്ള നിനക്ക് ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് എംഎച്ച്ആറിന്റെ ഇഷ്ടമാണ്. എംഎച്ച്ആറിന്റെ ഇഷ്ടമുള്ള കുറച്ച് പാട്ടുകളുണ്ട്. റഹ്മാന്റെ ആറ് സാധനമാണ് മുഹമ്മദ് ഹുസൈൻ റഹ്മാൻ. എംഎച്ച്ആർ എന്നുള്ള പേര് നിൽക്കുന്നത് ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്ത ട്രാക്കുകളോണ്ടാണ് MHR എന്നുള്ള പേര് ഇപ്പൊ നിൽക്കുന്നത്. ഈ എസ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ കൺസേർട്സ് ഒന്നും ചെയ്യത്തില്ലേ? ചെയ്യാറുണ്ട്, ഇടയ്ക്കൊക്കെ ചെയ്യത്തുള്ളൂ. മറ്റേ MHRന്റെ ഒരു പാട്ടുണ്ടല്ലോ. അയ്യോ, അത് ഒരു മിനിറ്റ് റിപ്ലൈ അല്ലേ MHR ഒരു പാട്ടുണ്ടല്ലോ, മറ്റേ ഒരു സ്ലോ പാട്ട്. അയ്യോ, അതിന്റെ തുടക്കം മറന്നുപോയി ഞാൻ. ഒരു പാട്ടുണ്ടല്ലോ, എനിക്ക് അത് ഭയങ്കര ഇഷ്ടം, ഭയങ്കര ഫേവറേറ്റ് അതിന്റെ. അയ്യോ, മറന്നുപോയി. എടാ അതിനകത്ത് മറ്റേ മരിച്ചു പോകുമ്പോൾ അതേത് പാട്ടാ? സെപ്റ്റംബർ 28 കാലിഫോർണിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്നാപ്ചാറ്റിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് ഒരു സന്ദേശം എത്തുന്നു. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ദശലക്ഷത്തിലധികം ഡൗൺലോഡുകളുള്ള സ്നാപ്ചാറ്റ് ആപ്പ് ആളുകൾ കൂട്ടത്തോടെ അൺഇൻസ്റ്റാൾ ചെയ്യുന്നു. ആപ്പിലെ ടെക്നിക്കൽ വശങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ആപ്പ് ഫോറങ്ങളിൽ കാരണം തേടിയെങ്കിലും കൃത്യമായുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുന്നില്ല. സ്നാപ്ചാറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ഇവാൻ സ്പീഗൽ ഉൾപ്പെടെ കാരണമറിയാതെ പകച്ചു നിൽക്കുന്ന സമയം ആ വാർത്ത എത്തി. സൗദിയിലെ ട്രെയിനിങ് ക്യാമ്പിൽ നിന്നും മെഡിക്കൽ കഴിഞ്ഞു മടങ്ങവേ സ്നാപ്ചാറ്റിൽ സെൽഫി എടുക്കാനെത്തിയ ആരാധകനോട് ഇത് സ്നാപ്ചാറ്റ് ആണെന്ന് പറഞ്ഞ് ക്രിസ്ത്യാനോ റൊണാൾഡോ സെൽഫി നിഷേധിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ വീഡിയോ വൈറലായി 1 മണിക്കൂറാകുമ്പോഴേക്കും സ്നാപ്ചാറ്റിന്റെ ഡൗൺലോഡ് 30% കുറഞ്ഞിരുന്നു. അന്ന് പുലർച്ചെ ഡെക്കാൻ ക്രോണിക്കിൾ റൊണാൾഡോയെക്കുറിച്ച് എഴുതിയൊരു തലക്കെട്ടുണ്ട്. ശരിയാണ്, അദ്ദേഹത്തിന്റെ കാലിനു മാത്രമല്ല നാക്കിനും നല്ല മൂർച്ചയാണ്. സംശയമുണ്ടെങ്കിൽ കൊക്കക്കോളയോട് ചോദിച്ചു നോക്കിയാൽ മതി. അല്ല, വേറെ ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗൈസ്? മറ്റേ ധോണി ക്യാൻഡി ക്രഷ് ഫ്ലൈറ്റിൽ ഇരുന്ന് കളിക്കുന്നതിന്റെ ഡൗൺലോഡ്സ് കൂടുന്നു. ഓക്കെ, അപ്പൊ ഇത്രയുള്ള ഡിസ്കോ ട്രോൾസ് ഇന്നത്തെ.